മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യേ നൽകപ്പെട്ട യേശു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമവുമില്ല. ഏവർക്കും വചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പ്രമേയം ബിലീവ് ഇൻ ക്രൈസ്റ്റ് ദ ട്രൂത്ത്. ബിലീവ് ഇൻ ക്രൈസ്റ്റ് ദ ട്രൂത്ത്. എൻ്റെ കരങ്ങളിൽ ഒരു പാനീയ ബോട്ടിലുണ്ട്. വളരെ പരിചിതമായ ഒരു പാനീയമാണ് എൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിത് മുൻനിർത്തി ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഒരു പാനീയം കാണുമ്പോൾ, ഈ ഒരു ബോട്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ആരുടെയെങ്കിലും മുഖം ഓർമ്മ വരുന്നുണ്ടോ? ചില സിനിമാ നടന്മാരുടെ മുഖം ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. ക്രിക്കറ്റ് പോലെ ലോകം മുഴുവനും അറിയപ്പെടുന്ന കളികളിലെ വളരെ ശക്തരായ കായിക താരങ്ങളെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഒരു ബോട്ടിൽ കാണുമ്പോൾ തന്നെ ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. കാരണം അവരാണ് ഇത് നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചത്. ചില ചിത്രങ്ങൾ, ചില ചിന്തകൾ, പരസ്യങ്ങളിലൂടെ. ഇന്നും നമ്മുടെ മനസ്സിന്റെ അകത്ത് ഇതൊരു എനർജി ഡ്രിങ്ക് ആണ്, നമുക്ക് എനർജി നൽകുന്ന ഒരു പാനീയമാണ്. അല്ലെങ്കിൽ ഇത് നമുക്ക് ഫിറ്റ്നസ് നൽകുന്ന ഒരു പാനീയമാണ്, ആരോഗ്യം നൽകുന്ന ഒരു പാനീയമാണെന്ന് നമ്മുടെ മനസ്സിൽ ഒരു ധാരണയുണ്ട്. പക്ഷേ അതാണോ സത്യം? എൻ്റെ വായനയും എൻ്റെ പഠനവും വെച്ച് ഞാൻ പറയട്ടെ, മനുഷ്യനെ പ്രമേഹ രോഗിയാക്കാൻ സാധ്യതയുള്ള ഒരു പാനീയമാണ് ഈ പാനീയമെന്ന് ഞാൻ പറയും. പക്ഷേ സത്യം അങ്ങനെയാണെങ്കിലും നമ്മൾ പഠിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്, അതിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു പറഞ്ഞാൽ നമ്മളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഇതൊരു ആരോഗ്യം പകരുന്ന, ഫിറ്റ്നസ് പകരുന്ന, അല്ലെങ്കിൽ ഉന്മേഷം തരുന്ന ഒരു പാനീയമായിട്ടാണ്. പോസ്റ്റ് ട്രൂത്ത്. ബിലീവ് ഇൻ ക്രൈസ്റ്റ് ദ ട്രൂത്ത്. അതിൽ ഈ ട്രൂത്ത് എന്ന് പറയുന്ന പദം, സത്യം എന്ന് പറയുന്ന പദത്തെക്കുറിച്ച് ഞാനും നിങ്ങളും ഇന്ന് പ്രാർത്ഥനയോടുകൂടെ ചിന്തിക്കുമ്പോൾ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു പദവും നമ്മൾ പരിചയപ്പെടണം. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണത്. മലയാളത്തിൽ അതിന് സത്യാനന്തരം എന്ന് പറയും. സത്യാനന്തരം. പച്ചയായ നുണകളെ സത്യമെന്ന് വിശ്വസിപ്പിക്കും. പച്ചയായ നുണകൾ അതെല്ലാറ്റിലും ഉണ്ട്. രാഷ്ട്രീയത്തിലുണ്ട്, വാണിജ്യത്തിലുണ്ട്, മതത്തിലുണ്ട്. പച്ചയായ കല്ലുവെച്ച നുണകളെ കഥകൾ മെനഞ്ഞ് സത്യമെന്ന് പഠിപ്പിച്ച് ജനമനസ്സുകളിൽ അതൊരു സത്യത്തിന്റെ അലകൾ സൃഷ്ടിച്ച് മിഥ്യാധാരണയുള്ള ഒരു ലോകത്ത് മനുഷ്യനെ നിർത്തുന്നു. ഇതിനെ സത്യസന്ധമായിട്ടാണോ ഈ പ്രിയപ്പെട്ടവർ അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ സംശയമുണ്ട്. ഇത് എൻ്റെ ആശയമല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു പാനീയത്തെ ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇത് എൻ്റെ ആശയമല്ല ഞാൻ പറയുന്നത്. മലയാളത്തിലെ സമകാലീന മാസിക ലേഖകനായ ഹമീദ് ചേതമംഗലൂരിന്റെ ഒരു അഭിപ്രായമാണ്. അദ്ദേഹമാണ് ഇതിങ്ങനെ സമർപ്പിച്ച് ഉദാഹരിക്കുന്നത്. ഓരോ പ്രത്യയ ശാസ്ത്രവും മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ അനുയായി കൂട്ടങ്ങളുടെ സഹകരണത്തെ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വളരെ ശക്തമായ ഒരു എഴുത്ത്. ഓരോ പ്രത്യയ ശാസ്ത്രവും മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ അനുയായി കൂട്ടങ്ങളുടെ സഹകരണത്തെ ഉറപ്പുവരുത്തുന്നു. ഇത് പ്രമേഹ രോഗിയാക്കി തീർക്കും എന്ന് ഞാൻ പറയാൻ കാരണം, എന്നോട് ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതാണ് സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഇത് എൻ്റെ ഫിറ്റ്നസ്സിന് യോജിക്കുന്ന ഒരു പാനീയമായി ഞാൻ ഇന്ന് വിശ്വസിക്കുന്നില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആണ് എന്നെ അങ്ങനെ പഠിപ്പിച്ചത്, എൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് സത്യം എന്ന് പറയുന്ന ഒരു പദത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾ പഠിക്കുമ്പോൾ
ഇങ്ങനെ ഒരു നിർവചനം പറയുന്നത് നന്നായിരിക്കും. ട്രൂത്ത് ഈസ് നോട്ട് ഒബ്ജക്റ്റീവ് ബട്ട് റാദർ എ കൺസ്ട്രക്ഷൻ ഓഫ് അവർ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് എക്സ്പീരിയൻസ്. ട്രൂത്ത് ഒരിക്കലും വസ്തുനിഷ്ഠമല്ല. സത്യം എന്ന് പറയുന്നത് ഒരിക്കലും വസ്തുനിഷ്ഠമല്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ കളക്ട് ചെയ്യുന്ന എൻ്റെ വ്യക്തിപരമായ ചില നിർമ്മാണമാണെന്ന് ഞാൻ പ്രാർത്ഥനയോടെ പറയും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനധ്യാനത്തിന്റെ പ്രസക്തി. ബിലീവ് ഇൻ ക്രൈസ്റ്റ് ദ ട്രൂത്ത്. ഇന്നത്തെ കുറിവാക്യം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ചില വരികളാണ്. പ്രത്യേകിച്ചും യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 6 മുതൽ 19 വരെ വായിക്കുമ്പോൾ യേശു 2 കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ ശിഷ്യന്മാരുടെ അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്ന്, അവർക്ക് ഒരു ഐക്യമുണ്ടാകണം. 2, അവർക്കൊരു സംരക്ഷണം ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, സത്യാനന്തര ലോകത്ത് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ മിഥ്യയായ പലതും എന്നെയും നിങ്ങളെയും തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും പ്രാർത്ഥനയോടുകൂടെ ജീവിക്കുമ്പോൾ എന്നെയും നിന്നെയും തെറ്റിക്കാൻ സാധ്യതയുള്ള ചില തലങ്ങളുണ്ട്. ആ അവസ്ഥയിൽ വേണം യേശുവിൻ്റെ ഈ പ്രാർത്ഥന ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ഇന്ന് യഥാർത്ഥ സത്യത്തെ തിരിച്ചറിയാനും ഞാൻ എൻ്റെ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയാനും ദൈവം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമ്മെ പ്രാപ്തരാക്കട്ടെ. വചന ധ്യാനത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. ഒന്നാമത്തെ ധ്യാന ചിന്ത ഇതാണ്: ഹോണസ്റ്റ് ഫെയ്ത്ത് ഇൻ ഗോഡ് കറക്ട്സ് മിസ്കൺസെപ്ഷൻസ് ഇൻ സൊസൈറ്റി. സത്യസന്ധമായ ദൈവവിശ്വാസം സമൂഹത്തിലെ മിഥ്യാധാരണകളെ തിരുത്തുന്നു. സമൂഹം മെനഞ്ഞു വെച്ചിരിക്കുന്ന ചില കള്ളത്തരങ്ങളുണ്ട്. സത്യം എന്ന് പറഞ്ഞ് സമൂഹം മെനഞ്ഞു വെച്ചിരിക്കുന്ന ചില കള്ളത്തരങ്ങളുണ്ട്. ആ കള്ളത്തരങ്ങളെ പൊളിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ദൈവവിശ്വാസം. സമൂഹം മെനഞ്ഞു വെച്ചിരിക്കുന്ന കള്ളത്തരങ്ങളെ പൊളിക്കുന്ന ദൈവവിശ്വാസം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 14-ാം വാക്യം. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. യേശു പറയുന്ന പ്രാർത്ഥനയാ. യേശു പറയുകയാണ്, ഞാൻ ലൗകികനല്ല, ഞാൻ ഈ ലോകത്തിന്റെ രീതി പ്രകാരം ജീവിക്കാൻ വന്ന വ്യക്തിത്വമൊന്നും അല്ല. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറയുന്നേ? നമുക്കറിയാം, യഹൂദന്മാർ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ഒരു മശിഹ വരും. അത് അവരുടെ കാത്തിരിപ്പാണ് കേട്ടോ. എന്തിനാണ് മശിഹ വരുന്നതെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യഹൂദ റബിമാർ പഠിപ്പിച്ചിരുന്നത് ഒരു മശിഹയുടെ വരവുണ്ടാകുന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിൽ കഴിയുന്ന നമ്മെ വിടുവിക്കാനാണ് മശിഹ വരുന്നത്. സ്വന്തക്കാർ പോലും യേശുവിനെ കൈക്കൊള്ളാത്തതിന്റെ കാരണം യേശുവിൽ അങ്ങനെ ഒരു ലക്ഷണവും അവർ കണ്ടിട്ടില്ല. റോമൻ സാമ്രാജ്യത്തിന്റെ അടിവേരുകളെ തോണ്ടിയിട്ട് യഹൂദ അനുഭവത്തെ പുനഃസ്ഥാപിക്കുന്ന ഒരുവനായി മശിഹായിൽ അവർ ദർശനങ്ങൾ കണ്ടിരുന്നു, ജനത്തെ പഠിപ്പിച്ചിരുന്നു.
ഇന്ന് നമ്മൾ ഒരു അടിമകളെ പോലെ റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ജീവിക്കുക. ഈ റോമൻ സാമ്രാജ്യത്തെ തകർക്കാൻ നമുക്കൊരു മശിഹ വരും. അതായിരുന്നു അന്നത്തെ യഹൂദ റബിമാരുടെയും അന്നത്തെ പഠിതാക്കളുടെയൊക്കെ ഒരു അവകാശവാദം. അപ്പൊ എന്തുകൊണ്ട് അന്നത്തെ റബിമാരും പുരോഹിതന്മാരും യേശുവിനെ കൈക്കൊണ്ടില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം, യേശുവിൽ അവർ ഒരു മശിഹായെ കാണാൻ കഴിയുന്നില്ല. അവര് മനസ്സിലാക്കിയിരുന്ന ഒരു മശിഹ ഇവിടെ വരുന്നു, റോമൻ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തുന്നു, ഒരു നല്ല രാജ്യം സ്ഥാപിക്കുന്നു. അങ്ങനെ ഒരു നുണ പ്രചരിപ്പിച്ച് ജനത്തെ വിഡ്ഢിയാക്കി ആ ജനത്തിന്റെ കൂട്ടത്തിൽ നിന്ന് യേശു പറയുകയാണ്, ഞാൻ ലൗകികനല്ല, ഞാൻ മശിഹയാണ്, പക്ഷെ ഞാൻ ലൗകികനല്ല. നിങ്ങൾ വിചാരിക്കും പോലെ രാജ്യത്തെ പുനഃസ്ഥാപിക്കാൻ വന്നൊരു വ്യക്തിത്വമല്ല ഞാൻ. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ കാലഘട്ടത്തിൽ സത്യം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന കല്ല് വെച്ച ഈ നുണയെ യേശു പൊളിച്ചെഴുതുകയാണ്. യേശു പൊളിച്ചെഴുതുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ധാരാളം കല്ല് വെച്ച നുണകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാഷ്ട്രീയത്തിലുണ്ട്, എന്തിനേറെ പറയുന്നു, മതത്തിലുണ്ട്, വാണിജ്യ രംഗത്തുണ്ട്. കല്ല് വെച്ച നുണകൾ നമുക്കറിയാം, അത് സത്യമല്ലെന്നറിയാമെങ്കിലും അത് സത്യമെന്ന് നമ്മുടെ ഹൃദയത്തിൽ പഠിപ്പിച്ച് നമ്മെ വിശ്വസിപ്പിച്ച് നമ്മെ അതിന്റെ അനുയായിയാക്കി മാറ്റാനുള്ള ശ്രമം ഇന്നും ശക്തമാണ്. യഥാർത്ഥ ദൈവവിശ്വാസം, പ്രാർത്ഥനയോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇതിനെ ഒരു പൊളിച്ചെഴുത്ത് നടത്തും. ഞാൻ എൻ്റെ യേശുവിൽ വിശ്വസിക്കുമ്പോൾ അന്ന് അവർ കരുതിയ ഒരു ധാരണയെ യേശു ഈ പ്രാർത്ഥനയുടെ ഒരു വാചകം കൊണ്ട് പൊളിച്ചെഴുതുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു വീട്, ആ വീട് സമൂഹം മുഴുവൻ അറിയപ്പെടുന്ന വീടാണ്. കാരണം അവിടെ ഒരു സ്ത്രീ മാത്രമാണ് താമസം. അവൾ ഒരു അവകാശവാദം പറയുകയാണ്, എൻ്റെ ഒരു മുറിയിൽ ദൈവത്തെ കാണാൻ കഴിയും. അവൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ഞാൻ ഹൃദയവിശ്വാസത്തോടെ വിശുദ്ധിയോടെ ആ മുറിക്കകത്ത് കയറുമ്പോൾ എപ്പോഴും ദൈവം അവിടെ ഇരിക്കുന്നതും സംസാരിക്കുന്നതും കാണാൻ കഴിയും. അങ്ങനെ ഈ അവകാശവാദം കേട്ട് ധാരാളം പേർ വരുന്നു. അവരെല്ലാം പറയുകയാണ്, അവിടെ വന്നാൽ ദൈവത്തെ കാണാൻ പറ്റും. പക്ഷെ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, ഹൃദയത്തിൽ വിശ്വാസവും വേണം. രണ്ട്, വിശുദ്ധിയും വേണം. എല്ലാവരും പറയുകയാണ്, ഞങ്ങളും കണ്ടു, ഞങ്ങളും സംസാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ വളരെ പ്രഗത്ഭനായ ഒരു മനുഷ്യൻ അവിടെ വന്നു. ഇച്ചിരി ബുദ്ധിയും യുക്തിയൊക്കെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളൊരു മനുഷ്യൻ വന്നു. അയാൾ അകത്ത് കയറി. അയാൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ആ മുറിക്കകത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ സ്ത്രീയോട് പറഞ്ഞു, ഒന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. ആ സ്ത്രീ പറഞ്ഞു, അതിന് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, വിശ്വാസം വേണം, അതും പൂർണ്ണ വിശ്വാസം വേണം. രണ്ട്, പൂർണ്ണ വിശുദ്ധിയും വേണം, എന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. ചുരുക്കത്തിൽ അദ്ദേഹവും പുറത്തിറങ്ങിയിട്ട് പറയുകയാണ്, ഞാനും കണ്ടു, ദൈവത്തെ കണ്ടു. പക്ഷെ യാഥാർത്ഥ്യം മറ്റൊന്നാണ് പ്രിയപ്പെട്ടവരെ. ഈ മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് അദ്ദേഹം എഴുതുന്നൊരു കുറിപ്പ്, എനിക്കവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല, പക്ഷേ ഞാൻ കണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഞാൻ കണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിശുദ്ധിയില്ലെന്ന് കരുതും. ഈ നിൽക്കുന്ന സമൂഹം മുഴുവനും പറയുകയാണ്, വിശുദ്ധിയും സമർപ്പണവും ഉണ്ടെങ്കിൽ ദൈവത്തെ കാണാമെന്ന്. ഞാൻ ഇവരുടെ മുൻപിൽ വിശുദ്ധിയില്ലാത്തവനാകും, അതുകൊണ്ട് ഞാനും പറഞ്ഞു അവിടെ ദൈവത്തെ ഞാൻ കണ്ടെന്നു. കല്ല് വെച്ച നുണകൾ. ഞാൻ ഇനി ഇതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ മശിഹ വരുന്നത് ഒരു രാജ്യം സ്ഥാപിക്കാനാണ് എന്ന് പഠിപ്പിച്ചിരുന്ന സ്ഥലത്ത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷകൻ യേശുവിന്റെ പ്രാർത്ഥനയിലൂടെ പരിചയപ്പെടുത്തുകയാണ്, ഞാൻ ലൗകികനല്ല.
നിങ്ങൾ വിചാരിക്കും പോലെ യുദ്ധം ചെയ്ത് റോമൻ സാമ്രാജ്യത്തെ തകർത്ത്, അതുകൊണ്ടാണ് യേശുവിന്റെ ശിഷ്യന്മാർ പറയുന്നത്, നീ അധികാരമൊക്കെ കിട്ടുമ്പോൾ ഞങ്ങളുടെ ഒരുത്തിന് ഇടത്തും ഞങ്ങളുടെ ഒരുത്തിന് വലത്തും. അവരുടെയൊക്കെ ഭാഷ അങ്ങനെ ആകുന്നതിന്റെ കാരണം അതാണ്. അവരുടെയൊക്കെ ചിന്ത ഇതാണ്, ഇന്നല്ലെങ്കിൽ നാളെ യേശു യുദ്ധം ചെയ്യും, യുദ്ധം ചെയ്ത് റോമൻ സാമ്രാജ്യത്തെ പൂർണ്ണമായി പിഴുതെറിയും, എന്നിട്ട് ഇവിടെ ഒരു സാമ്രാജ്യം പണിയും. പക്ഷേ ആ ധാരണകളെ, ആ കഥകളെ, ആ വിശ്വാസങ്ങളെ തെറ്റിക്കുന്ന യേശുവിന്റെ പ്രാർത്ഥന. എന്നിട്ട് ഇതാണ് സത്യം. സമൂഹത്തിൽ ഇങ്ങനെ മിഥ്യാധാരണകൾ പരത്തുന്ന ഒത്തിരി വിശ്വാസങ്ങളുണ്ട്. അത് എന്താണെന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഞാൻ ഈ സമയം നിങ്ങളോട് തന്നെ ആഹ്വാനം ചെയ്യുകയാണ്. ഒത്തിരി ബിസിനസ്സുകളുണ്ട്, ഒത്തിരി വാണിജ്യങ്ങളുണ്ട്, ഒത്തിരി മത അനുഭവങ്ങളുണ്ട്. അത് സത്യം സത്യമാണ്, സത്യം പോസ്റ്റ് സത്യാനന്തരം, ഇത് രണ്ടും തിരിച്ചറിയാൻ പ്രിയമുള്ള ദൈവമക്കളെ, ദൈവവിശ്വാസം എന്നെ സഹായിക്കട്ടെ. 2, ഹോണസ്റ്റ് ഫെയ്ത്ത് ഇൻ ഗോഡ്, യഥാർത്ഥമായ സത്യവിശ്വാസം. മെച്യൂരിറ്റി ഈസ് ദ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി. സത്യസന്ധമായ ദൈവവിശ്വാസം സമൂഹത്തിലെ ഘടനകളെ പക്വമാക്കുന്നു. ഒന്ന്, മിഥ്യാധാരണകളെ തിരുത്തുന്നു. സമൂഹത്തിലെ എല്ലാ തെറ്റായ പഠിപ്പിക്കലുകളെയും അല്ലെങ്കിൽ തെറ്റായ വിശ്വാസങ്ങളെയും തിരുത്തുന്നതാണ് പ്രിയപ്പെട്ടവരെ ദൈവവിശ്വാസം. 2, എന്റെ സമൂഹത്തെ പക്വമാക്കുന്ന ഒന്നാണ് ദൈവവിശ്വാസം. എന്റെ സമൂഹത്തെ പക്വമാക്കുന്നു. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. 10-ാം വാക്യം എങ്ങനെയാണ്? എന്റേതെല്ലാം നിന്റേതും നിന്റേതെല്ലാം എന്റേതുമാകുന്നു. 11-ാം വാക്യം, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് വി ആർ ഈക്വൽ. നമ്മളെല്ലാവരും തുല്യരാണ്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഡിവിഷൻസ് ഉണ്ടായിരുന്നു. പാപികൾ, രോഗികൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, വ്യഭിചാരികൾ, മതപണ്ഡിതന്മാർ. ഡിവിഷൻസ് ഭയങ്കരമാണ്. പ്രത്യേകിച്ചും യോഹന്നാൻ സുവിശേഷം എഴുതുന്ന സമയത്ത് ക്രിസ്ത്യാനികൾ ദൈവത്തെ ആരാധിച്ചിരുന്നത് സുനഗോഗുകളിലാണ്. യഹൂദന്മാർ വചന പഠനത്തിനു വേണ്ടി കണ്ടിരുന്ന സുനഗോഗുകളിലായിരുന്നു ആദ്യത്തെ ക്രിസ്ത്യൻ ആരാധന. എന്നാൽ യോഹന്നാൻ സുവിശേഷം എഴുതുന്ന സമയത്ത് ഈ ദൈവാലയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സുനഗോഗുകളിൽ നിന്ന് ക്രിസ്ത്യാനികളെ പുറത്താക്കി. അവിടെ ഒരു ഭയങ്കര ചേരിതിരിവ് വന്നു. നിങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ മറ്റൊരു കമ്മ്യൂണിറ്റി ആണെന്ന് വരെ അവർ പറഞ്ഞു വെച്ചു. നിങ്ങൾ നരഭോജികളാണ്, മാറ്റി നിർത്തി. അങ്ങനെ യഹൂദന്മാർ യഹൂദ ക്രിസ്ത്യാനികളെ സുനഗോഗുകളിൽ നിന്ന് പുറത്താക്കുന്നു, മർദ്ദിക്കുന്നു. അങ്ങനെ ഒരു സംഘർഷ സമയത്താണ് യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്. എന്നിട്ട് പറയുകയാണ്, ഈ പുറത്താക്കപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പുറത്താക്കിയവരും നമ്മളും ഈക്വലാണ്, തുല്യരാണ്, നാം ഒന്നാണ് എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ പക്വതയുള്ളവനായിട്ട് മാറുന്നത് എപ്പോഴാ? ഒരു മനുഷ്യൻ പക്വതയുള്ളവനായിട്ട് മാറുന്നത് എപ്പോഴാ? ഞാൻ ഉദാഹരണം പറയാം. ഒരപ്പന്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കുന്നു. എനിക്ക് കഴിക്കാൻ 2 ദോശ വൈകുന്നേരം ഉണ്ടെന്നിരിക്കട്ടെ. ദോശ. ഞാൻ വീട്ടിൽ പോയി, എന്റെ കുഞ്ഞൊന്നും കഴിച്ചിട്ടില്ല. അവന് ഭയങ്കരമായിട്ട് വിശപ്പുണ്ട്. അവൻ എന്നോട് ചോദിക്കുകയാണ്, അപ്പാ എനിക്കത് തരുമോ? ഞാൻ എന്റെ വിശപ്പ്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എന്റെ വിശപ്പ് മറന്നിട്ട് എന്റെ കുഞ്ഞിനത് നൽകുമ്പോഴാണ് ഞാൻ പക്വതയുള്ള ഒരു അപ്പനായിട്ട് മാറുന്നത്. ഒരു കുടുംബം, സമൂഹത്തിൽ എല്ലാ വീടുകളിലും ക്ഷാമം. തങ്ങൾക്ക് മാത്രം കഴിക്കാൻ ഒരല്പമായ ആഹാരം തങ്ങൾക്കുണ്ടെന്നിരിക്കട്ടെ. ഒരപ്പനും ഒരമ്മയ്ക്കും 2 പിള്ളേർക്കും കഴിക്കാൻ ഇച്ചിരി ആഹാരമുണ്ട്. മറ്റു വീടുകളിലെല്ലാം ക്ഷാമം. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം എന്ന് കരുതുന്ന ഒരു കുടുംബം പക്വതയുള്ള ഒരു കുടുംബമാണോ? അല്ല. ഞങ്ങളുടെ ഇല്ലായ്മകളിലും ഉള്ളത് നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാം എന്ന്
ഒരു കുടുംബത്തിന് തോന്നുകയാണെങ്കിൽ അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ അത് പക്വതയുള്ള ഒരു കുടുംബമായിട്ട് തീരുന്നത്. അതുകൊണ്ടാണ് ഹെർമൻ ഹെസ് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ ഇങ്ങനെ പറയുന്നത്, മെച്ചൂരിറ്റി ബിഗിനിങ്സ് വെൻ ഓൺ ലീവ്സ് ഫോർ അതർ. ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് മെച്ചൂരിറ്റി രൂപാന്തരപ്പെടുന്നത്. ലേഖന വേദഭാഗം എഫെസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 16 വരെ വായിക്കുമ്പോൾ എഫെസ്യ സഭയോട് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ പക്വതയുള്ളവരായിരിക്കണം, നിങ്ങൾ യൂണിറ്റി ഉള്ളവരായിരിക്കണം. അന്ന് ഒരു വലിയ പ്രശ്നമുണ്ട് കേട്ടോ. ഈ എഫെസ്യ സഭ വളരെ, എഫെസോസിലെ സഭ സമ്പന്നമായൊരു സഭയാണ്. ഈ എഫെസോസിലെ സഭ സമ്പന്നമാണെങ്കിലും അതിൻ്റെ അകത്ത് ഡിവിഷൻസ് ഉണ്ട്. വിജാതീയരുണ്ട്, യഹൂദ ക്രിസ്ത്യാനിയുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, പലതരത്തിലാണ്. അവരോട് പൗലോസ് അപ്പോസ്തലന്റെ വാക്ക് ഇങ്ങനെയാണ്, നിങ്ങൾ ക്രിസ്തുവിൽ ഏക ശരീരമാണ്. 4-ാം അധ്യായം 13-ാം വാക്യം. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവിന് വേണ്ടി, യൂണിറ്റി ഓഫ് ദ ബോഡി, ക്രൈസ്റ്റ് ബോഡി, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവിന് വേണ്ടിയുള്ള അവയവങ്ങളാണ് നിങ്ങൾ. നമ്മളെല്ലാം ഈക്വലാണ്, ഒരു ശരീരത്തിൽപ്പെട്ടവരാണ്. ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ പലതും വേർതിരിച്ചു കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും തുല്യരാണ്. വി ആർ ഈക്വൽ. കാരണം ഞാനും നീയും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ആർക്കും നമ്മളെ വില കുറച്ച് കാണാനും പറ്റത്തില്ല. നമുക്ക് ആരുടെ മുൻപിലും വിലയുള്ളവനായിട്ട് അഭിനയിക്കാനും പാടില്ല. നമ്മളെല്ലാം തുല്യരാ പ്രിയപ്പെട്ടവരെ. പ്രത്യേകിച്ചും അവിടെ 5 ഫോൾഡ് മിനിസ്ട്രി, 5 മിനിസ്ട്രിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കൾ, 5 മിനിസ്ട്രിയെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് അതിന്റെ 11-ാം വാക്യത്തിൽ, ഇങ്ങനെ സമ്മാനങ്ങൾ വിവിധ തരത്തിലാണ്. ഡൈവേഴ്സിറ്റി ഓഫ് ഗിഫ്റ്റ്, വൺ ബോഡി, ഡൈവേഴ്സിറ്റി ഓഫ് ഗിഫ്റ്റ്, വ്യത്യസ്തങ്ങളായ സമ്മാനങ്ങൾ. പക്ഷെ ഇതെല്ലാം ഒരു ശരീരത്തിലെ അവയവങ്ങളാണെന്നുള്ള ബോധ്യമാണ് മനുഷ്യനെ പക്വതയുള്ളവനാക്കി മാറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ പലതരത്തിലുള്ള മനുഷ്യരുണ്ടെന്ന് നമ്മൾ പറയും. ഞാൻ പറയും ഒരു തരത്തിലെ മനുഷ്യൻ അതേ ഉള്ളൂ. പക്ഷേ നമ്മൾ പലപ്പോഴും പറയും പലതരത്തിൽ മനുഷ്യനുണ്ട്. അവരെല്ലാം ഒന്നായി തീരുമ്പോഴാണ് പക്വതയുള്ള വ്യക്തിത്വങ്ങൾ രൂപപ്പെടുന്നത്, കുടുംബങ്ങൾ രൂപപ്പെടുന്നത്, സഭകൾ രൂപപ്പെടുന്നത്. ഒരു സഭ പക്വതയുള്ള ഒരു സഭ എന്ന് പറയണമെങ്കിൽ ഒരു മനുഷ്യനെ പോലും മാറ്റി നിർത്താതെ ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവം സഭയിൽ ഉണ്ടാകുമ്പോഴാണ് സഭ പക്വതയുള്ള ഒരു സഭയായി മാറുന്നത്. ഒരു മനുഷ്യൻ എപ്പോഴാ പക്വതയുള്ളവനായിട്ട് തീരുന്നേ? ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാ. ക്രിസ്തു ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി. ഞാനും നീയും ഒന്നായതുപോലെ നമ്മളെല്ലാം ഒന്നാകണം പ്രിയപ്പെട്ടവരെ. സമൂഹത്തിലെ ഘടനകളെ പക്വമാക്കുന്ന ദൈവവിശ്വാസം. സത്യാനന്തര ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ തെറ്റായത് പലതും പഠിപ്പിക്കും, തെറ്റായ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കും. അതിന്റെ നടുവിൽ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ക്രിസ്തു വിശ്വാസത്തിലൂടെ ശരി ഏതെന്ന് പഠിക്കാനും പഠിപ്പിക്കാനും കഴിയണം. 2, ഒന്നിന്റെ പേരിലും മനുഷ്യനെ ഡിവൈഡ് ചെയ്യാതെ യൂണിറ്റി, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ കഴിയുമ്പോഴാണ് ഐ ബിലീവ് ഇൻ ഗോഡ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത്. 3, ഹോണസ്റ്റ് ഫെയ്ത്ത് ഇൻ ഗോഡ് പ്രൊട്ടക്ട്സ് സൊസൈറ്റി. യഥാർത്ഥ ദൈവവിശ്വാസം സമൂഹത്തെ സംരക്ഷിക്കും. യഥാർത്ഥ ദൈവവിശ്വാസം സമൂഹത്തെ സംരക്ഷിക്കും. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണം. യേശുവിന്റെ പ്രാർത്ഥനയാ.
അവരെ ലോകത്തിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്തവരെ നമുക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തെ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് എതിരായിട്ട് ഒരാൾ സംസാരിച്ചാൽ, നമ്മെ ഒന്ന് വിമർശിച്ചാൽ, നമ്മുടെ തെറ്റ് തിരുത്താൻ നോക്കിയാൽ, അല്ലെങ്കിൽ നീ ശരിയല്ല എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ പിന്നെ അവനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ കർത്താവിന്റെ പ്രാർത്ഥന ഒരു മനുഷ്യൻ വഴിതെറ്റി പോകുന്നു എന്ന് കണ്ടാൽ അവനെ ഈ ലോകത്ത് നിന്ന് എടുക്കണമെന്നല്ല, അവൻ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതിരിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ഇന്ത്യ പാക് സംഘർഷം നമുക്കറിയാം. ഇന്ത്യയും പാകിസ്ഥാനും ഈ അടുത്ത സമയത്തുണ്ടായ സംഘർഷം 2025 ഏപ്രിൽ മാസം 22-ാം തീയതി 26 പേര് പഹൽഗാമിൽ നിഷ്കരണമായി വധിക്കപ്പെട്ടു ഭീകരവാദികളുടെ കയ്യിൽ. അവിടെ നിന്ന് തുടങ്ങിയ സംഘർഷം മെയ് മാസം 6-ാം തീയതി ഒരു നിശബ്ദതയ്ക്ക് ശേഷം ഭാരതം തിരിച്ചടിച്ചു ഓപ്പറേഷൻ സിന്ദൂർ. എന്നാൽ മെയ് 7-ന് പാകിസ്ഥാൻ ഒരു ഓപ്പറേഷൻ ബെന്യാൻ ആൾ മാർസസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ അവർ ക്രിയേറ്റ് ചെയ്ത് ഭാരതത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു. മെയ് മാസം 10-ാം തീയതി വെടി നിർത്തൽ, മതി യുദ്ധം മതി, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ അവരെത്തിച്ചേർന്നു. ഞാൻ ആ സമയം ഈ TV വാർത്തകളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഭയങ്കര ആശ്വാസം തോന്നി. കാരണം രണ്ട് രാജ്യങ്ങളും ആണവായുധമുള്ള രാജ്യമാണ്. അപ്പൊ യുദ്ധം എവിടെ പോയി നിൽക്കുമെന്ന് ലോകരാജ്യങ്ങൾക്ക് മുഴുവനും ആശങ്കയുണ്ട്, നമുക്കെല്ലാവർക്കും ഭീതിയുണ്ട്. അപ്പോ സമാധാനം എന്ന് പറഞ്ഞ് വെടിനിർത്തൽ പ്രഖ്യാപനവും കഴിഞ്ഞെങ്കിലും നിങ്ങൾക്കറിയാം ആ രാത്രിയിലും പാകിസ്ഥാനിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഭാരതത്തിൽ ഉണ്ടായി എന്നുള്ളതിന് സംശയമില്ല. ഞാൻ അതിന് പറയുന്ന പേരാണ് വിശ്വാസവഞ്ചന. പരസ്പരം കരങ്ങൾ കൊടുത്ത് നമുക്ക് നിർത്താം എന്ന് പറയുന്ന സമയത്തും നമ്മുടെ പടയാളികൾ ജാഗ്രതയോടുകൂടെ ഇരുന്നതാണ് നമ്മുടെ ഈ ഒരു ജീവന്റെ ആധാരമെന്ന് നമ്മൾ തിരിച്ചറിയണം. വിശ്വാസവഞ്ചന കാണിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വിശ്വാസവഞ്ചന കാണിക്കുന്നവനെ എന്ത് ചെയ്യണം? ഉത്തരം പറ. കുറ്റം ചെയ്തവനെ എന്ത് ചെയ്യണം? കുറ്റം ചെയ്തവൻ ശിക്ഷയ്ക്ക് യോഗ്യൻ. പക്ഷേ വഴിതെറ്റിപ്പോയവനെയും കുറ്റം ആരോപിക്കപ്പെട്ടവനെയും കുറ്റക്കാരനായവനെയും അവനെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവനെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ ദൈവത്തിലുള്ളൊരു വിശ്വാസം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കും. പഴയ നിയമ വേദഭാഗം പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 6 മുതൽ 7 വരെ വായിക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ദൈവം 30-ാം അധ്യായം കഴിയുമ്പോൾ നമുക്കറിയാം അവർക്ക് ആദ്യം ഒരു ഉടമ്പടി നൽകുന്നു. സീനായി മലമുകളിൽ വെച്ച് തന്റെ വിരലുകൾ കൊണ്ട് എഴുതിയ 10 കൽപ്പനകൾ ഉടമ്പടി കൊടുക്കുകയാണ്. എന്നാൽ വിഗ്രഹത്തെ ഉണ്ടാക്കി അവർ പൂർണ്ണമായിട്ടും ആ ഉടമ്പടിയെ ലംഘിക്കുന്നു എന്ന് പറയാം. അങ്ങനെ വിശ്വാസ വഞ്ചന കാണിച്ച അവരുടെ മുൻപിൽ ദൈവം 34-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ ദൈവം വീണ്ടും 2ാമത്തെ ഉടമ്പടി നൽകാൻ വേണ്ടി തയ്യാറെടുക്കുക. മോശയും ദൈവവും അവിടെയുണ്ട്. മോശ ദൈവത്തിൽ മനസ്സിലാക്കുന്ന 5 സ്വഭാവങ്ങളുണ്ട്. 1, കരുണയും കൃപയുമുള്ളവനാണ് ദൈവം. 2, ദീർഘക്ഷമയുള്ളവനാണ് ദൈവം. 3, മഹാദയയുള്ളവനാണ് ദൈവം. 4, വിശ്വസ്തനാണ് ദൈവം. ഈ 4 എന്നെ ഒത്തിരി ആകർഷിച്ചത്. അടുത്തതാണ് കേട്ടോ, 7-ാം വാക്യം. കുറ്റമുള്ളവനെ തലമുറകളോളം സന്ദർശിക്കുന്ന ദൈവം. 4 തലമുറയെ അവിടെ പറയുന്നത്. കുറ്റമുള്ളവനെ ശിക്ഷിക്കുന്ന ദൈവമല്ല, കുറ്റമുള്ളവനെ സന്ദർശിക്കുന്ന ദൈവം. അപ്പൊ ഞാൻ ഈ പദം കണ്ടപ്പോൾ ഞാൻ എന്താണ് ഈ സന്ദർശിക്കുക, അല്ലെ കുറ്റമുള്ളവനെ ശിക്ഷിക്കുക എന്ന് എഴുതിയിട്ടില്ലല്ലോ, സന്ദർശിക്കുക. NRSV ഇംഗ്ലീഷ് ബൈബിളിൽ വിസിറ്റ് ചെയ്യുന്ന ദൈവം. അപ്പൊ ഞാൻ അതുകൊണ്ട് അതിന്റെ ഗ്രീക്ക് ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. പൗക്കാഡ് എന്നാണ് ഗ്രീക്ക് പദം. പൗക്കാഡ്
എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, വിസിറ്റ് ചെയ്യുന്ന ദൈവം, മസ്റ്റർ ചെയ്യുന്ന ദൈവം, അപ്പോയിന്റ് ചെയ്യുന്ന ദൈവം എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുന്ന ദൈവം, നിയോഗിക്കുന്ന ദൈവം, ശേഖരിക്കുന്ന ദൈവം. ഒരു മനുഷ്യൻ പോലും നശിക്കുന്നത് ആഗ്രഹമില്ലാത്തൊരു ദൈവമാണ് എൻ്റെ ദൈവം. കുറ്റമുള്ളവനെ പോലും 4 തലമുറ സന്ദർശിച്ച് മസ്റ്റർ, അവനെ ശേഖരിക്കുന്ന ദൈവം, അവനെ നിയോഗിക്കുന്ന ദൈവം. എന്നെ ദൈവം നിയോഗിച്ചത് ഈ 7ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റം കണക്കിടാതെ നിയോഗിച്ച ദൈവം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് വെച്ചാ തുടങ്ങിയ. എന്തുകൊണ്ട് ഞാൻ ഇത് വെച്ച് തുടങ്ങിയെന്ന് ചോദിച്ചാൽ, എന്നെ ഒരു പ്രമേഹ രോഗിയാക്കി മാറ്റിയതിന് പിന്നിൽ, ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ്, ആക്കിയതിന് പിന്നിൽ ഇതുപോലെയുള്ള പാനീയങ്ങൾ ധാരാളമാണ് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കുടിക്കരുത്, പ്രശ്നമാണ്. പക്ഷെ ഇത് എനിക്ക് എനർജി തരുന്നു, എനിക്ക് ആരോഗ്യം തരുന്നു. ആ മിഥ്യാധാരണകൾ എന്നെ ഒരു പ്രമേഹ രോഗിയാക്കി മാറ്റി. ആ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയോടെ പറയട്ടെ, ഇന്ന് സമൂഹത്തിൽ ഇങ്ങനെയുള്ള സത്യങ്ങളെ അസത്യമാക്കിയും അസത്യങ്ങളെ സത്യമാക്കിയും പല കഥകളും മെനയുന്നുണ്ട്. അത് വാണിജ്യ രംഗത്തുണ്ട്, രാഷ്ട്രീയ രംഗത്തുണ്ട്, മതപരമായ എല്ലാ രംഗത്തും ഉണ്ട്. എല്ലാ രംഗത്തും ഉണ്ട്, കഥകൾ മെനയുന്നുണ്ട്. ഞാനും നീയും ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ യഥാർത്ഥ ദൈവം അതിൽ നിന്ന് എനിക്ക് പ്രൊട്ടക്ഷൻ തരും. 2, നമ്മളെ സമൂഹത്തെ ഒരു പക്വമായ ജീവിതത്തിലേക്ക് നയിക്കും. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുമ്പോഴല്ല ഞാൻ പക്വതയുള്ളവനായിട്ട് തീരുന്നത്, ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ. ക്രിസ്തു തന്റെ ജീവനെ തന്നപ്പോഴാണ് യഥാർത്ഥ പക്വത യേശുവിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മളെല്ലാം ഒന്നായി തീരണം, ഒന്നാണ്. വി ആർ ഈക്വൽ. സമൂഹത്തിന്റെ ഘടനകളെ പ്രാർത്ഥനയോടെ ഞാൻ പറയട്ടെ, അത് ക്രമീകരിക്കും. 3, നമ്മുടെ സമൂഹത്തെ അവൻ സംരക്ഷിക്കും. തെറ്റ് ചെയ്യാത്ത ആരുമില്ല കേട്ടോ. വിശ്വാസവഞ്ചന, പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്ത അതേ വിശ്വാസവഞ്ചനയാണ് ഞാൻ പറയും ഞാനും നിങ്ങളും ദൈവത്തോട് ചെയ്യുന്നത്. ഉടമ്പടി ചെയ്യുന്നു, ഉടമ്പടി ലംഘിക്കുന്നു. പക്ഷേ കുറ്റമുള്ളവനാണെങ്കിലും അവന്റെ പിന്നാലെ പോയി അവനെ ശേഖരിക്കുന്നൊരു ദൈവമുണ്ട്, അവനെ നിയോഗിക്കുന്നൊരു ദൈവമുണ്ട്. ബിലീവ് ഇൻ ക്രൈസ്റ്റ് ദ ട്രൂത്ത്. ഈ ലോകത്തെ നമുക്ക് മനസ്സിലാക്കാം, ലോകത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം, കർത്താവേ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം എന്നെ നീ കാത്തുകൊള്ളണമേ. ഇതൊരു വലിയ പ്രാർത്ഥനയാണ് കേട്ടോ. സഭ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.